ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീട്ടിലേക്ക് പുതുതായി വാങ്ങിയിട്ടുണ്ടായിരുന്ന ഗ്യാസ് ഓവൻ്റെ മിക്സറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിൽ കേക്ക് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആണ് പ്ലം കേക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പ്ലം കേക്കാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഓവനൊക്കെ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ബേക്ക് ചെയ്യാനുള്ള ട്രേ വെച്ച് കൊടുക്കാൻ പോവുകയാണേ. നമ്മളിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷനാണ്. കാരണം ഇതിൻ്റെ ടൈം എത്ര സെറ്റ് ചെയ്യണമെന്നോ എത്ര ടെമ്പറേച്ചറാണ് കറക്റ്റ് വേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്കില്ല. പിന്നെ നമ്മളൊരു ഏകദേശം ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതൊരു 180 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട് 30 മിനിറ്റ്സാണ് ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 10 മിനിറ്റ്സ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 10 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നോക്കിയപ്പം കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കേക്ക് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്കിലേക്ക് നമുക്കൊന്ന് റം ഫീഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ റം ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധിക ദിവസം കേക്ക് കേടാവാണ്ട് തന്നെ ഇരിക്കും. താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റം ഫീഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം കേക്ക് കേടുകൂടാണ്ട് തന്നെ ഇരിക്കും. നമ്മൾ സാധാരണ പ്ലം കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ പോർഷനൊക്കെ കുറച്ചിങ്ങനെ ഉയർന്നിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നമുക്ക് നല്ല ഈവനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിത് മോർണിംഗ് എടുത്തിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകും കേക്ക് കഴിക്കാനായിട്ട്. ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്ന ഒരു ഐറ്റമാണ് ഈ പ്ലം കേക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പ്ലം കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അധികം സോഫ്റ്റും അല്ല, എന്നാൽ ഒത്തിരി ഹാർഡും അല്ലാത്തൊരു ടെക്സ്ചറാണ് പ്ലം കേക്കിനുള്ളത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കേക്ക് മിക്സിലോട്ട് കേക്ക് ട്രക്കിൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മുടെ കേക്കിന് വരുന്നത്. അല്ലെങ്കിൽ നല്ലൊരു കളറായിരിക്കും കേക്കിന് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു രക്ഷയില്ലാത്തൊരു അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കേക്കിന് ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ കൊടുന്ന് സബ്സ്ക്രൈബ്